ചില പ്രത്യേക കാര്യം ഓർപ്പിച്ചിട്ട് ഞാൻ വചനത്തിലോട്ട് വരാം. നമ്മളെപ്പോഴും വായിക്കുന്ന ചില വാക്യങ്ങളെ, പ്രത്യേക വിഷയങ്ങളൊക്കെ ഓർപ്പിക്കാൻ വേണ്ടി. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം, പരിചയമുള്ള വാക്യമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം. അർത്ഥശിഷ്ട രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുൻപാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിട്ടിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. മതി. 3-ാം അധ്യായത്തിലെ ചില വാക്യം കൂടെ നമുക്ക് വായിക്കണം. 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യം കൂടെ. മതി. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ആമേ. നമ്മളെല്ലാവരും ഇതുവരെ നിന്നത്, വന്നതും ആയതും ഒക്കെ എങ്ങനെയാ? ശമൂവേൽ ഇങ്ങനെ പറഞ്ഞു, തിരിഞ്ഞ് പുറകോട്ട് നോക്കിയിട്ട് ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ജോലിയിലെ, വിസ അടിക്കുന്ന വിഷയത്തിലെ, സാമ്പത്തിക വിഷയത്തിലെ, രോഗം വന്നപ്പോഴേ, അതുപോലെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില പ്രതിസന്ധികൾ വന്നപ്പോഴേ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇടപാടുകളിൽ എല്ലാം ആര് സഹായിച്ചു? ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ വിടുതൽ ദൈവമക്കൾ മറക്കരുത്. പലപ്പോഴും നമ്മൾ മറക്കുക. ആമേ. രോഗം എടുത്തു മാറ്റിയില്ലേ? ജോലി പോകേണ്ട സമയം സഹായിച്ചില്ലേ? കടം വീട്ടാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ദൈവം സഹായിച്ചില്ലേ? ഇത്രത്തോളം യഹോവ സഹായിച്ചു. പഴയ നിയമത്തിൽ എന്തിനാ പെരുന്നാള്? പഴയ നിയമത്തിൽ പെരുന്നാൾ എന്തിനാന്ന് ചോദിച്ചാൽ ദൈവമക്കൾ ഓർക്കാൻ. പെസഹ പെരുന്നാൾ എന്തിനാ? പെസഹ പെരുന്നാള് മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് ഓർക്കാൻ വേണ്ടിയാ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവർ വിടുതൽ പ്രാപിച്ചത് എല്ലാ വർഷവും ഓർക്കണം. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് വീട്ടിലെ അപ്പൻ പറയും, 400 വർഷം നമ്മൾ അടിമയായിരുന്നു. കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലപ്പടിമയിലൊക്കെ പുരട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് പെസഹയുടെ അപ്പം എടുത്തവരെ കഴിക്കും. അങ്ങനെ എല്ലാവരും പെസഹ ആചരിക്കും വർഷം വർഷം. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ വർഷവും ഓർക്കും. നമ്മൾ വിസ അടിച്ച കാര്യം മറന്നു. ജോലി നഷ്ടപ്പെട്ട് ഇല്ലാതിരുന്നപ്പോൾ ജോലി തന്ന കാര്യം നമ്മൾ മറന്നു. രോഗം സൗഖ്യമാക്കിയ കാര്യം നമ്മൾ മറന്നു. ഇവിടെ വന്നതും നിന്നതും ഒക്കെ നമ്മൾ മറന്നു. എന്നാൽ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഇതൊരിക്കലും മറക്കരുത്. എല്ലാ വർഷവും നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ വിടുവിച്ചത് ഓർത്ത് ഒരു പെരുന്നാൾ പോലെ നിങ്ങൾ ആചരിക്കണം. അല്ലേലിയാ പറഞ്ഞേ? അറിയാമല്ലോ. നാട്ടിൽ നിന്ന് ഇവിടെ വരാൻ എന്ത് വേണം പാടുപെട്ടു? മറന്നുപോയോ? നിർത്തിയതൊക്കെ മറന്നുപോയോ? ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ജോലി പിടിച്ചു നിൽക്കാൻ മേലാതെ എങ്ങനെ ഞാൻ ഇവിടെ തുടർന്ന് പോകുമെന്ന് ഓർത്തപ്പം ജോലിയിലെ സാഹചര്യം അനുകൂലമാക്കി തന്ന് നമ്മളെ ഇത്രത്തോളം നടത്തിയത്. എന്താ നിങ്ങൾ ഇതൊക്കെ മറക്കുന്നത്? ദൈവം നിങ്ങൾക്ക് ചെയ്ത് എന്തുകൊണ്ടും നിങ്ങൾ മറക്കുന്നു. സ്തോത്രം. അത് മറക്കാതിരിക്കാനാണ് പെസഹ പെരുന്നാള്. ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ വിടുതൽ മറക്കരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇവർ മറക്കും. അതുകൊണ്ട് പറഞ്ഞു, എല്ലാ വർഷവും നിങ്ങളിത് നടത്തിക്കോളും. മക്കളോട് പറയണം. അതുകൊണ്ട് ഇനി ഒരിക്കലും മറക്കരുത്. ദൈവം ഈ ദേശത്ത് കൊണ്ടുവന്ന കാര്യവും നടത്തിയ കാര്യവും മറക്കരുത്. 2-ാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാൾ. അതെന്തിനാണെന്നറിയാമോ? 40 വർഷം മരുഭൂമിയിൽ കൂടാരമടിച്ച് താമസിച്ചത് ഇവരൊരിക്കലും മറക്കാതിരിക്കാൻ. സ്തോത്രം പറഞ്ഞ് ദൈവം 40 വർഷം ഇവരെ മരുഭൂമിയിൽ കൂടെ നടത്തിയതും കൂടാരമടിച്ചതും മറക്കാതിരിക്കാൻ. നമ്മളെ ഈ മരുഭൂമിയിൽ എത്തിച്ചിട്ട് എത്ര വർഷമായി ഷീബ ഇവിടെ വന്നിട്ട്? ഈ 12 വർഷം ഈ മരുഭൂമിയിലൂടെ നടത്തിയത് മറക്കുവോ?
ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരാ, അത് ഓർക്കണം. ദൈവമക്കളത് ഓർക്കണം. സ്തോത്രം പറഞ്ഞ്. അതുകൊണ്ട് ഒരിക്കലും ദൈവം നമ്മളെ നടത്തിയത് മറക്കരുത്. അങ്ങനെ ഓരോ പെരുന്നാളും ഓർമ്മയ്ക്ക് കൊടുത്തതാ. എന്തോർക്കാൻ? ദൈവത്തെ ഓർക്കാൻ. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ദൈവമക്കള് തിരിഞ്ഞു പുറകോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറ, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. തലക്കലോട്ട് നോക്കിയിട്ട് പറ, തലക്കലോട്ട് നോക്കി. 2025 26 27 നോക്കിക്കേ. നോക്കിയിട്ട് ഇങ്ങനെ പറ, യഹോവ ഇനി കർത്താവ് കരുതിക്കൊള്ളും. സ്തോത്രം പറ. 26 എന്റെ ദൈവം ഈ ദേശത്ത് എന്നെ കരുതും. 25 മുഴുവനും എന്നെ കരുതും. 27 എന്നെ കരുതും. ഞാൻ എത്ര വർഷം വിദേശത്തുണ്ടോ, യഹോവ ഇനി കർത്താവ് എന്നെ കരുതും. ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാരും പറഞ്ഞാട്ട്, യഹോവ ഇനി കർത്താവ് എന്നെ കരുതും. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടിലൊന്നും ഒരു സമാധാനവും ഇല്ല. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ആമേൻ. സ്തോത്രം. ഇവിടെയും പ്രശ്നമാണ്. ഇനിയും പ്രശ്നം കൂടിക്കൊണ്ടിരിക്കും. സ്തോത്രം. അപ്പോൾ എല്ലായിടത്തും പ്രശ്നം. ആമേ. ഒരു ഭാഗത്തുകൂടി എന്താ യുദ്ധവും കാര്യങ്ങളും വിലക്കയറ്റവും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ? ഒരു ദിവസം എത്ര പേരാ മരിക്കുന്നതെന്നറിയോ? ഇപ്പൊ ഓൾറെഡി 9 യുദ്ധം നടക്കുന്നുണ്ട് പല രാജ്യത്തായിട്ട്. 9 യുദ്ധം ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുക. ഒരു യുദ്ധത്തിൽ ഡെയിലി 50, 60, 70 വെച്ച് ഈ 9 യുദ്ധത്തിലും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ഒരു സെക്കൻഡില് ആമേൻ പ്രൈസ് ദി ലോർഡ്, ഇവിടെ 5 പേര് മരിക്കും, 6 പേര് മരിക്കും. ആ ഒരു കണക്ക് വെച്ച് കൂട്ടുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിൽ 8 ലക്ഷം പേര് മരിക്കും. സ്തോത്രം പറഞ്ഞേ. 8 ലക്ഷം പേര് ഈ ലോകത്തിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഈ വെള്ളിയാഴ്ച വരെ മരിച്ചു പോയെടുത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഇത് സാധാരണ വർണ്ണമ ഞാൻ പറഞ്ഞേ. ഇത് കൂടാതെ ലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധം മുഖാന്തരം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഇത്രത്തോളം ദൈവം നടത്തിയതിന് നന്ദി കേട്ടോ. നെഹമ്യാവിന്റെ പുസ്തകം വായിപ്പിച്ച വേറൊന്നും പറയാനില്ല. സുവിശേഷ വേല എല്ലാവർക്കും ഉള്ളതാണ്. ഇനി വായിച്ച 3-ാമത്തെ ഉറക്ക വായിച്ച്. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ച് അതിന്റെ കതകുകളും വെച്ചു. ഹമ്മേയ ഗോപുരം വരെയും ഹനനിയേൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതതിനപ്പുറം എരിഹോക്കാർ പണിതു. അവര് പണിതതിനപ്പുറം എരിഹോക്കാർ പണിതു. അതിനപ്പുറം ആര് പണിതു? അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. അതിനപ്പുറം ആര് പണിതു? മീൻവാതിൽ ഹസ്നയായക്കാർ. ഒരു കാര്യം മറക്കുക, ഇവിടെ നമ്മൾ വായിച്ചത് ഓരോരുത്തരും അവരുടെ മുൻപിലുള്ള മതിലും പിന്നെ അവരുടെ മുൻപിലുള്ള പണിയും തീർത്തു. അതിനെല്ലാം എന്ത് ചെയ്തു? കതകും കൂട്ടും വെച്ചു. കണ്ടോ? എല്ലാം പാർഷാണോ ചെയ്തത്? ഒറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ആരാ ചെയ്തത്? അവനവന്റെ മുൻപിലുള്ള പണി. അതെന്താ നിങ്ങൾ ചെയ്യാത്തത്? നിങ്ങളുടെ മുമ്പിൽ സുവിശേഷം പറയാൻ നിങ്ങളെ ആക്കിയിരിക്കുന്നിടത്ത് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അവനവന്റെ മുമ്പിലുള്ള പണി ആരാ ചെയ്യേണ്ടത്? ആ വേല ആര് ചെയ്യണം? റഫേക്കാരുടെ മുമ്പിലുള്ള വേല സൽമാനിയക്കാർ ചെയ്യണോ? സൽമാനിയക്കാരുടെ മുമ്പിലുള്ളത് ആര് ചെയ്യണം? നിങ്ങൾ എല്ലാവരും വന്ന് 1 മണിക്കൂർ ആരാധിച്ചു വെച്ച് പോലെ നിങ്ങളുടെ മുമ്പിലുള്ള വേല പിന്നെ ആരാ ചെയ്യുന്നേ? നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ ദൈവത്തിന്റെ വേലയുടെ കെട്ടുപണി ഓരോരുത്തരും ചെയ്യണം. ഹല്ലേലൂയ പറഞ്ഞ്. നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ആരും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. വന്നൊന്ന് ആരാധിക്കുക, പോവുക, സഭകാര്യം അന്വേഷിക്കാറില്ല, സഭാകാര്യം തിരക്കാറില്ല, അതെങ്ങനെയാന്ന് അന്വേഷിക്കാറില്ല. അങ്ങനെയല്ല കുഞ്ഞെ, നിന്റെ പണി നീയാ ചെയ്യണ്ടേ. നിന്റെ മുന്നിൽ ദൈവം തന്നിരിക്കുന്ന വേല നീ ചെയ്യണം. അതെങ്ങനെ ചെയ്യണം? അതുകൂടെ വായിച്ചു, ഒന്നുകൂടെ വായിച്ചു സിസ്റ്ററെ. 3-ാം അധ്യായത്തിന്റെ 1 തൊട്ട്. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു. ആട്ടുവാതിൽ അവരുടെ പണിയാ കേട്ടോ. ആട്ടുവാതിൽ അവര് പണിതു. അത്രയും ഭാഗം. നിങ്ങൾ എന്താ പണിയാത്ത? നിങ്ങളുടെ ഭാഗം
നിങ്ങളുടെ ചുറ്റുപാടും ഈ സഭയിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാഗം, നിങ്ങളുടെ സഭയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഭാഗം ഭംഗിയായിട്ട് ചെയ്യണ്ടേ. ഇനി അതെങ്ങനെ പണിതു നോക്കിക്കേ സിസ്റ്ററെ. അവർ അത് പ്രതിഷ്ഠിച്ച് അതിന്റെ കതകുകളും വെച്ചു. ഹമ്മേയ ഗോപുരം വരെയും ഹനനിയേൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. കണ്ടോ, അവരത് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്ത്? കതക് വെച്ച് ഉറപ്പിച്ചു. അപ്പോഴേ സുവിശേഷ വേല ഉറപ്പിച്ച് ചെയ്യണം. നമ്മൾ ചെയ്ത പണി ഇളകരുത്. ഇതിന്റെ പൈസ ആരാ മുടക്കിയത്? നെഹമ്യാവാണോ? സ്തോത്രം. അതിന്റെ മുൻപിലുള്ള പണി അവര് കാശ് മുടക്കി ചെയ്തു. അടുത്ത കൂട്ടര് അവരുടെ മുൻപിലുള്ളത് കാശ് മുടക്കി. ഇത് മുഴുവൻ റെന്റും പാർസ് കൊടുക്കണോ? സ്തോത്രം പറ. വണ്ടിക്കൂലി മുഴുവൻ പാർസ് കൊടുക്കണോ? അല്ലെങ്കിൽ പറഞ്ഞ് അവരുടെ ചെലവ് മുഴുവൻ കൊടുക്കണോ? അവരവരുടെ മുമ്പിലുള്ള പണി കാശ് മുടക്കി അവരവരല്ലേ ചെയ്യേണ്ടത്? ലിലിയ പറഞ്ഞേ, ദൈവമക്കളെ, നമ്മുടെ മുൻപിലുള്ള വേല ചെയ്തില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് കടന്നു ചെല്ലുമ്പം കണക്ക് തീർക്കേണ്ട ഒരു ദിവസമുണ്ട്. പലപ്പോഴും ഞാൻ വായിച്ചു കേൾപ്പിച്ചു, നിന്റെ മുൻപിലുള്ള പണി നീ ചെയ്യാതെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ദൈവം വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കും. പക്ഷെ നീ അതിന് കണക്ക് കൊടുക്കണം. നമ്മളെല്ലാവരും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് സുവിശേഷ വേല. അതിന്റെ മുൻപിലുള്ളത് അടുത്ത ഗ്രൂപ്പ്. ഇനി വായിച്ചേ. അവർ പണിതതിനപ്പുറം എരിഹോക്കാർ പണിതു. ആ എരിഹോംകാരുടെ മുൻപിലുള്ളത് അവര് പണിതു. അടുത്തത് വായിച്ചേ. അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. കണ്ടോ, അതിനപ്പുറം ആരാ പണിതത്? എരിഹോംകാർ അങ്ങോട്ട് പോയോ? അവരുടെ മുൻപിലുള്ളത് അവര് പണിതു. അതിനപ്പുറം ആര് പണിതു? അവനപ്പുറം ആര് പണിതു? അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു തീരുമാനം എടുത്തിട്ടപ്പോൾ ദൈവം ഈ ദേശത്ത് കൊണ്ടുവന്ന ജോലിക്ക് മാത്രമല്ല, നിന്റെ മുൻപിൽ ചില വേലകളുണ്ട്. അത് ചെയ്യാൻ ഇന്ന് രാത്രി നീ തയ്യാറാകണം. ഹല്ലേലൂയ പറഞ്ഞ് അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മള് മുൻപോട്ട് വരണം. ഓരോരുത്തർക്കും ഉള്ളതാണ് വേല. അത് ഓരോരുത്തരും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് വേലയെന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം നടത്തും. സാമ്പത്തികമായിട്ട് കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച ലോകത്തിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത നിലയിൽ ദൈവത്തിന് വേണ്ടി മുൻപോട്ടിറങ്ങിയപ്പോൾ ഏലിയാമിനെ ദൈവം കരുതി. എങ്ങനെയാ കരുതിയത്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കാക്ക സ്വന്തം കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന ആളല്ല കാക്ക. സ്വന്തം കുഞ്ഞിന് പോലും കാക്ക തീറ്റ കൊടുക്കുകയില്ല. അത്രയും സാധനമാ കാക്ക. ആ കാക്ക രാവിലെ വൈകിട്ടും എവിടെ നിന്നാന്ന് അറിയത്തില്ല ഇറച്ചി അപ്പം കൊണ്ട് ഏലിയാവിന് കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഏലിയാവിന് കാക്ക അപ്പം ഇറച്ചിയും കൊടുത്തെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഇന്നു വരെയും ആരും കണ്ടിട്ടില്ലാത്ത നിലയിൽ ഏലിയാവിനെ ദൈവം പോറ്റി. ഏലിയ പറഞ്ഞ്, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാക്ക മനുഷ്യർക്ക് കൊടുത്ത് ചോറും കറി കൊടുക്കുന്നത്? അല്ലേലിയ പറ. നിങ്ങൾ അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാക്ക ഒരു മനുഷ്യന് രാവിലെയും കൊണ്ട് കറിയും കൊടുക്കും അപ്പവും കൊടുക്കും വൈകിട്ടും? അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത നിലയിൽ, കേട്ടിട്ടില്ലാത്ത നിലയിൽ, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത നിലയിൽ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് കരുതി. അതുകൊണ്ട് ദൈവവൈദ്യലെ നിന്നെ ഇത്രത്തോളം ദൈവം കരുതിയില്ലേ? പേടിച്ചു വിറച്ച് ഞാൻ എങ്ങനെ എൻ്റെ ജോലി സ്ഥിരപ്പെടുവോ, ഞാൻ എങ്ങനെ ഇവിടെ ഉറച്ചു നിൽക്കും, ഞാൻ ഇതെങ്ങനെ ചെയ്യും? ചിലരൊക്കെ ഡ്യൂട്ടി 3-4 പ്രാവശ്യം എന്നെ വിളിക്കും ഒരു ദിവസം. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഈ ഓരോ സ്റ്റെപ്പുകൾ കടന്നു പോകുമ്പോഴും അവിടെ എല്ലാം ദൈവം നിന്നെ കരുതിയില്ലേ? കരുതിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ജോലി ഇല്ലാതിരുന്നപ്പോഴും വീട്ടിലെ ചെലവിന് കുറവ് വന്നില്ലല്ലോ, അവിടെ ദൈവം കരുതിയില്ലേ? ആഹാരം തന്നില്ലേ? സകലതും കരുതിയില്ലേ? രോഗം വന്നിട്ട് സൗഖ്യമാകാതിരുന്നപ്പോൾ കർത്താവ് നിന്നെ പ്രത്യേകം കരുതി സൗഖ്യമാക്കിയില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. കുഞ്ഞുങ്ങളെ കർത്താവ് കരുതിയില്ലേ? എല്ലാം അവസാനിച്ച് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും നിന്നെ ഇവിടെ പിടിച്ചു നിർത്തി നിനക്ക് ജോലി തന്ന് ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ പറയേ. അസാധ്യമായ നിലയിൽ ദൈവം നമ്മളെ കരുതുമ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണ്ടേ? കൊടുക്കണ്ടേ? ഹല്ലേലൂയ. ഞാൻ ആരോടും പൈസയോ കാര്യങ്ങളോ ഇന്നുവരെ ഈ ചർച്ചയിൽ ചോദിച്ചിട്ടുമില്ല, ഞാൻ പ്രസംഗിച്ചിട്ടുമില്ല. സ്തോത്രം. നിങ്ങൾ തരുന്നത് ഇവിടെ തോമസ് ബ്രദറിനെ ഏൽപ്പിക്കും. സ്തോത്രം. തോമസ് ബ്രദറിന്റെ കണക്കെഴുതും. ആമേ. പ്രൈസ് ദി ലോർഡ്.
ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ നിങ്ങൾ തന്നില്ലെന്നല്ല പാസ്റ്റർ പറഞ്ഞത്. ഇനിയും ആത്മാർത്ഥമായി നിങ്ങൾ കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ മാനിക്കും. മത്തായി 20 ഞാൻ എന്താ പറഞ്ഞത്? മത്തായി 20 രാവിലെ മുന്തിരിത്തോട്ടത്തിൽ പണിക്ക് കയറിയപ്പം ആദ്യത്തെ കൂട്ടർ എന്ത് പറഞ്ഞു? എത്ര ഗ്രൂപ്പുണ്ട്? ഒന്നാമത്തെ ഗ്രൂപ്പ് പറഞ്ഞ എന്തുവാ? 20-ാം അധ്യായം കണ്ടോ മത്തായിയുടെ സുവിശേഷം? ഉറക്കെ വായിക്കണം. വഴക്ക് പിടിക്കാൻ ഭയങ്കര ശബ്ദമാ. കണ്ടോ? ആദ്യത്തെ കൂട്ടര് പൈസ പറഞ്ഞു, പൈസയുടെ കണക്ക് പറഞ്ഞു. കണക്ക് പറയുന്ന കൂട്ടർ, പൈസ ആവശ്യപ്പെടുന്ന കൂട്ടർ. ഒറ്റ വാക്കി പറയൂ കേട്ടോ. പൈസ എന്ത് ചെയ്തു? കണക്കും. അങ്ങനെ ഡിമാൻഡ് വെച്ചു വേല ചെയ്യുന്നവർ. ഇവരുടെ ഡിമാൻഡ് എന്താണ്? കാശ് കിട്ടിയാൽ ചെയ്യും. കാശ് കിട്ടിയാൽ, ഞങ്ങൾ പറയുന്ന കാശ് കിട്ടിയാൽ ഞങ്ങൾ വേല ചെയ്യില്ലെങ്കിൽ ഞങ്ങളെ കണക്ക് കാശ്. രണ്ടാമത്തെ കൂട്ടർ വേഗം നോക്കിക്കേ. അല്ലല്ലോ, അതിന്റെ പുറകോട്ട് വായിച്ചേ. 1-ാം മണി നേരത്ത് വായിച്ചോ. ഇനി വായിച്ചു വിട്ടോ, പോട്ടെ, സാരമില്ല, വായിച്ചോ. കണ്ടോ? ഇവരും എന്ത് പറഞ്ഞു? ന്യായമായത്. ഇവർക്കും എന്ത് കിട്ടണം? പൈസ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. അവരും എന്ത് ചെയ്തു? ന്യായമായത് ചോദിച്ചു. മറ്റവരെ പോലെ കറക്റ്റ് കണക്ക് പറഞ്ഞില്ല. 1 ദിനാർ കിട്ടണമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് എന്തേലും ഒക്കെ കിട്ടണം. അടുത്ത 3-ാമത്തെ കൂട്ടർ നോക്കിക്കേ. അപ്പൊ 4 ഗ്രൂപ്പായി കേട്ടോ. 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും അവരും അങ്ങനെ തന്നെ കണക്ക് പറഞ്ഞാ കയറിയത്. ഏറ്റവും ഒടുവിൽ വന്നവരെ നോക്കിക്കേ. ലാസ്റ്റ് വന്നവരെ ലാസ്റ്റ് വന്ന കൂട്ടരെ കണ്ടോ? ഇവര് വല്ല ഡിമാൻഡും പറഞ്ഞോ? പൈസയുടെ കാര്യം പറഞ്ഞില്ല, പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇവർ ഒറ്റ കാര്യം പറഞ്ഞു: ഞങ്ങളെ ആരും വിളിക്കുന്നില്ല പണിക്ക്. ഞങ്ങളെ ആരും പണിക്ക്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇവര് ചാൻസ് നോക്കിയിരിക്കുക. പൈസയുടെ കണക്കോ മറ്റു കാര്യങ്ങളോ ഡിമാൻഡുകളോ ഒന്നുമില്ല. ഇവർക്ക് പണി കിട്ടിയാൽ മതി. മറ്റോരങ്ങനല്ല. മറ്റൊരു തലക്കലെ കണക്കും പറഞ്ഞ് പൈസയും പറഞ്ഞ് ഒത്തിട്ടാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ അങ്ങനാണ് ദൈവസഭയുടെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന്റെ വേലയ്ക്ക് വേണ്ടി, ഓരോരുത്തരെയും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഇതിന്റെ ഉടമസ്ഥൻ വിളിച്ചപ്പോൾ എല്ലാരും പൈസ നോക്കി, ലാഭം നോക്കി ഒക്കെ അകത്ത് കയറി. ഒടുവിൽ കയറിയവര് പൈസ നോക്കി കയറിയവരല്ല, അവർ ലാഭത്തിന് കയറിയതല്ല. അവരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ: ഞങ്ങളെ ആരും വിളിക്കുന്നില്ല. ഈ ജോലി 12 മണിക്കൂറാ കേട്ടോ. ഒടുവിൽ കയറിയവർ എപ്പോഴാ കയറിയ ടൈമേ? 11-ാം മണിക്ക്. 12 മണിക്ക് വേല നടത്തും. 1 മണിക്കൂറേ ഉള്ളു കേട്ടോ. ശ്രദ്ധിച്ചേ. രാവിലെ കയറിയവരുണ്ട്, അവര് 12 മണിക്കൂർ ജോലി ചെയ്തു. 9-ാം മണി നേരത്തും 6-ാം മണി നേരത്തും ഒക്കെ കയറിയവർ അങ്ങനെയൊക്കെ തന്നെയാ. ഏറ്റവും ഒടുവിൽ കയറിയവരെ 1 മണിക്കൂറേ പടങ്ങുള്ളൂ. വൈകിട്ട് കൂലി മേടിക്കാൻ വന്ന ബാബു എന്ന് വായിച്ചേ. സാലറിക്ക് വന്ന ശമ്പളം. മുമ്പന്മാർ തുടങ്ങി പിമ്പന്മാർ വരെ വായിരേ. കൂലി മേടിക്കാന് പിന്തന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ വന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിലവരാ പാരമ്പര്യം അനുസരിച്ച്, ക്രമം അനുസരിച്ച് ആദ്യം വന്ന പുള്ളികൾ ആദ്യം നിൽക്കുക. അപ്പൊ അവർക്ക് 12 മണിക്കൂറത്തെ തഴക്കവും പഴക്കവും ഉണ്ട്. ഏറ്റവും വന്നവർ ഏറ്റവും പുറകിൽ നിൽക്കുക. 1 മണിക്കൂറേ ഉണ്ട്.
കൂലി കൊടുത്തപ്പോ ആദ്യം വന്നവർക്ക് 1 ദിനാർ എടുത്ത് കൈ കൊടുത്തു. അവരാ പൈസ മേടിച്ചിട്ട് അവിടെ മാറിയില്ല. രണ്ടാമത് വന്നവർക്ക് 1 ദിനാർ കൊടുത്തു. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ഏറ്റവും ഒടുവിൽ വന്നവർക്ക് 1 ദിനാർ. അപ്പോൾ ഇവരങ്ങോട്ട് മാറി നിന്നിട്ട് എന്ത് ചെയ്തു? വെറുതെ അവർ ചോദിക്കുക, ഇതെന്താ പണിയായി കാണിക്കുന്നത്? 1 മണിക്കൂർ പണിതവന് 1 വെള്ളിക്കാശ്, ഞങ്ങൾക്ക് അവിടെ ഇയാൾ എന്താ മറുപടി പറഞ്ഞെന്ന് വായിച്ചേ കേട്ടേ. ഒരു മണി നേരം മാത്രം വേലയെടുത്തും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തരോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 പണം പറഞ്ഞു ഒപ്പില്ലയോ? നിന്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക. കണ്ടോ സ്നേഹിത, നീ എന്നോട് നേരത്തെ കണക്ക് പറഞ്ഞില്ലേ? ഡിമാൻഡ് വെച്ചില്ലേ? നമ്മൾ എഗ്രിമെന്റ് ചെയ്തില്ലേ? തോട്ടത്തിന് വെള്ളി വെച്ച് 1 വെള്ളിക്കാശ് ചോദിച്ചില്ലേ? ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? ഇതാ എഗ്രിമെന്റും പ്രകാരം നീ പൊക്കോ. നിനക്കെന്താ കാര്യം? നിനക്കൊരു കുറ്റം പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇവരെന്നോട് എന്ത് ചെയ്തില്ല? കണക്ക് പറഞ്ഞില്ല, എന്നോട് ഡിമാൻഡ് വെച്ചില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നത് എൻ്റെ ഇഷ്ടം. നിനക്ക് പോകാം. ഇവിടെ നിങ്ങൾ എത്ര കൂട്ടരെ കണ്ട്? ഡിമാൻഡ് വെച്ച് വേല ചെയ്യുന്നവരെ, കണക്ക് പറഞ്ഞ് വേല ചെയ്യുന്നവരെ, മൂന്നാമതൊരു കൂട്ടരെ പിറുപിറുക്കുന്നവരെ, നാലാമതൊരു കൂട്ടരെ ഏറ്റവും താമസിച്ചു വന്നു. ഇവരൊരു കണക്കും പറഞ്ഞില്ല, ഇവരകത്ത് കയറി. സ്തോത്രം. ഇവർക്കൊരു വെള്ളിക്കാശ് കൊടുത്തു. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? സ്തോത്രം പറഞ്ഞേ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്, ഏറ്റവും ഒടുവിൽ വന്നവര് കണക്ക് പറയാതെ അകത്ത് കയറി അവർക്ക് കണക്കില്ലാതെ ഈ പുള്ളി കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. അവര് ഡിമാൻഡ് ഇല്ലാതെ അകത്ത് കയറി ഡിമാൻഡ് പറയാതെ അവർക്ക് കാശും കൊടുത്തു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കണക്ക് വെക്കാതെ ദൈവവേലയ്ക്ക് വേണ്ടി മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുകയും കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുവാണെങ്കിൽ കണക്കില്ലാതെ ദൈവം നിനക്ക് നന്മ തരും. ഹല്ലേലൂയ. നീ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവവേലയ്ക്കും കൊടുക്ക വാങ്ങലും എല്ലാം കണക്കും വെച്ചോണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ ഇതിൽ കൂടുതലൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല, എനിക്ക് കുഴപ്പമില്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കണക്ക് വെച്ചേ നിന്റെ ജോലി ദൈവം അനുഗ്രഹം തരത്തുള്ളൂ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം തരത്തുള്ളൂ, നിന്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ, നിന്റെ നന്മ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. കണക്കില്ലാതെ ദൈവത്തിനൊന്ന് കൊടുത്തു ദൈവവേലയ്ക്ക് വേണ്ടി നിൽക്കാനും പ്രവർത്തിക്കുവാനും കൊടുക്കുവാനും നീ തയ്യാറായാൽ ഞാൻ ഇന്ന് രാത്രി നിനക്ക് ഉടമ്പടി ചെയ്യാം. കണക്കില്ലാതെ നന്മയെ ദൈവം തുറക്കും. കണക്കില്ലാതെ തുറക്കും. ഏറ്റവും ഒടുവിൽ വന്നവർ 1 മണിക്കൂറേ പണിതുള്ളൂ. അവർക്ക് 11 മണിക്കൂറിന്റെ പൈസ കുറച്ചു കൊടുത്താൽ മതി. പക്ഷെ ഇതിന്റെ ഉടമസ്ഥൻ കുറച്ചില്ല. ആമേൻ. കണക്കെല്ലാം എടുത്തു കള. കൊടുക്ക വാങ്ങലിനും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒരു കണക്ക് വെച്ചേക്കുക. ഇത് കൂടുതൽ വേണ്ട, ഇത് കൂടുതൽ വേണ്ട. സ്തോത്രമേ. ഈ കണക്കിരിക്കുന്നത്രയും കാലം നിന്റെ അനുഗ്രഹത്തിനും കണക്കാ, നിന്റെ അനുഗ്രഹത്തിനും കണക്കാ, നിന്റെ നന്മയ്ക്കും കണക്കാ. കണക്കില്ലാതെ ചെയ്തപ്പോൾ കണക്കില്ലാതെ കൊടുത്തു. സ്തോത്രം പറഞ്ഞു. കണക്ക് വെക്കാതെ അകത്ത് കയറിയപ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ കണക്കില്ലാതെ നന്മ കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഒരു തീരുമാനം ഓർപ്പിക്കുന്നു, കണക്കില്ലാതെ. ചിലർ ഈ ആത്മീയ കൊടുക്ക വാങ്ങലിൽ തന്നെയല്ല, ആത്മീയത്തിലും കണക്കുണ്ട്. പാസ്റ്റർ ഇവിടെ കിടന്ന് എന്ത് പറഞ്ഞാലും ഞാൻ ഇതിൽ കൂടുതൽ കൈയടിക്കത്തില്ല, ഞാൻ ഇതിൽ കൂടുതൽ ഹല്ലേലൂയ പറയത്തില്ല, ഇതിൽ കൂടുതൽ ഞാൻ സ്തോത്രം പറയത്തില്ല, ഞാൻ ഇത്രേ ചെയ്യത്തുള്ളൂ. കുഞ്ഞെ, നിന്റെ നാവെടുത്ത് കണക്കില്ലാതെ യഹോവയെ സ്തുതിച്ചെങ്കിലേ കണക്കില്ലാതെ നിനക്ക് നന്മ നാവിൽ നിനക്ക് ദൈവം തരികയുള്ളൂ. കണക്കില്ലാതെ കണ്ട് നീ കൈയടിക്കുകയും കണക്ക് വെക്കാതെ നീ ചാടിയും തുള്ളിയൊക്കെ ആരാധിച്ചെങ്കിൽ കണക്കില്ലാതെ ദൈവം നിന്നെ മാനിക്കത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞു. എല്ലാ കണക്കുകളും എടുത്തു കളഞ്ഞ്, സകല പരിമിതികളും എടുത്തു കളഞ്ഞ് കണക്കില്ലാതെ ദൈവത്തെ ആരാധിച്ചാൽ കണക്കില്ലാതെ ദൈവം കൂലി തരും. മറ്റവർക്ക് കണക്ക് പറഞ്ഞു, കണക്ക് വെച്ച് കൊടുത്തു. ആമേ. ചിലര് തീർത്തു പറഞ്ഞാൽ ന്യായമായത് ശരി, അവർക്ക് ന്യായമായത് കൊടുത്തു. ഒന്നും മിണ്ടാത്തവർക്ക് കർത്താവ് എന്ത് ചെയ്തു? 11 മണിക്കൂറിന്റെ കാശ് കൂടുതൽ കൊടുത്തു. സ്തോത്രം. 11 മണിക്കൂറിന്റെ കാശ്
കണക്കില്ലാതെ വാ തുറന്ന് ഹല്ലേലൂയ പറയാവോ? ആമേൻ. കണക്കില്ലാതെ കൈയടിക്കാവോ? പരിശുദ്ധാത്മാവിൽ നിറയാവോ? അന്യഭാഷ കണക്ക് വെക്കാതെ പറയാവോ? ആമേൻ. പാട്ട് കണക്കില്ലാതെ പാടാമോ? ഉറക്ക ദൈവത്തെ സ്തുതിക്കാമോ? കണക്ക് വെക്കാതെ സാക്ഷി പറയാമോ? കണക്കില്ലാതെ സ്വോത്രകാഴ്ച കൊടുക്കാമോ? ഹല്ലേലൂയ. കണക്കില്ലാതെ ദശാംശം സ്തോത്രം. കൊടുക്കാമോ? കണക്കില്ലാതെ വീട്ടിൽ പ്രാർത്ഥന നടത്താവോ? കണക്കില്ലാതെ ദൈവത്തെ ആരാധിക്കാവോ? അതോ ഇതിലെല്ലാം കണക്ക് വെക്കുകയാണോ? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ചിലര് പറയുന്നത്, നിങ്ങളുടെ വഴിയുമല്ല കേട്ടോ, ചിലര് പറയുന്നത് ഇത്രയും മതി, ഇത്രയും ആമേൻ. സ്തോത്രം. മതി, കുഴപ്പമില്ല, അതുകൊണ്ടൊക്കെ തൃപ്തിയായിക്കും, എതിരൊന്നുമില്ല. ചിലര് പറയുന്നത് ഇത് പോരാ, എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണം. ഓക്കെ, കൂടുതൽ. ആരാ പറഞ്ഞാട്ടെ? ഏലീശ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ആമേൻ. ബഥേലി വന്നപ്പം ഏലിയാവ് പറഞ്ഞു, ഏലീശേ നീ ഇവിടെ പറഞ്ഞു, എനിക്കിത് പോരാ, എനിക്കിത്. അപ്പം പറഞ്ഞു, ഇവിടെ കൂട്ടായ്മ ആരാധനയൊക്കെ ഉണ്ട്, അവിടെ സഭയുണ്ട്, കൂട്ടായ്മയുണ്ട്, ആരാധനയുണ്ട്, ഒരു കൂട്ടം ദൈവമക്കളുണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ബൈബിൾ കോളേജ് വരെ ഉണ്ട് അവിടെ, ബൈബിൾ കോളേജ് വരെ ഉണ്ട്. ഏതാ? 2 രാജാക്കന്മാർ 2-ാം അധ്യായം ഞാനിപ്പോ പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഒരു കൂട്ടം ശിഷ്യന്മാർ അവിടെ ഉണ്ട്. ഒരു കൂട്ടം ശിഷ്യന്മാരെ ഒന്ന് വായിച്ചാട്ടെ ശിഷ്യേ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലീശയുടെ കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് ഏലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവനോട്, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ. അവിടെ ശിഷ്യന്മാരുണ്ട്, അവിടെ ശിഷ്യന്മാരെ. ആമേൻ. അപ്പൊ ഏലിയാവ് അവിടെ എന്തുണ്ട്? ഏലിയാവ് അവിടെ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ഏലിയാവിന്റെ പഠിക്കുന്ന ശിഷ്യന്മാർ അവിടെ ഉണ്ട്. അമ്മ അവിടെ ശിഷ്യന്മാരുണ്ട്, ആ ശിഷ്യന്മാരുടെ ആരാധനയുണ്ട്, അവിടെ സഭയുണ്ട്. ഉടനെ പറഞ്ഞു, എന്നാൽ ഈ സഭയിൽ നിന്നു. ഉടനെ പുള്ളി പറഞ്ഞു, ഇതെനിക്ക് പോരാ, ഞാനിവിടെ നിൽക്കത്തില്ല, എനിക്കിത് പോരാ. ചിലർ പറഞ്ഞറിയോ, ഓ ഇത്രയൊക്കെ മതി, ഇത് കൂടുതൽ ആത്മീയമൊന്നും എനിക്ക് വേണ്ട, ഇത്രയും മതി. 3 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ ഒന്ന് വരുക, അല്ലെങ്കിൽ 4 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ ഒന്ന് വരുക, അല്ലെങ്കിൽ വല്ലപ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് വരിക, ഉള്ളത് എന്തെങ്കിലും ഒന്ന് ദൈവസഭയ്ക്ക് കൊടുത്തേക്കുക, ഹല്ലേലൂയ, ഒന്ന് പാട്ടുമൊക്കെ പാടി പോവുക. എനിക്ക് ഇത്രയും മതി, എനിക്ക് എന്നാ പോയി, ബഥേലി മതിയെങ്കിൽ നീ അവിടെ നിന്നു. അപ്പൊ ഈ പുള്ളിക്ക് ബഥേലി പോരാ, പുള്ളി പറഞ്ഞു എനിക്ക് ഇത്രയും പോരാ. 2-ാമത്തെ സ്ഥലത്ത് വന്നപ്പോ അവിടെ സഭയുണ്ട്. ഇനി 3-ാമത്തെ സ്ഥലം ഒന്ന് വായിച്ച സിസ്റ്റർ. എരികോവും കഴിഞ്ഞു വരുന്നത് ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ പുറത്തു വന്ന അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും. അവിടെയും പ്രവാചക ശിഷ്യന്മാരുണ്ട് കേട്ടോ, അവിടെയും സഭയുണ്ടെന്ന് ഓർക്കണം, അവിടെയും ആരാധനയുണ്ട്, അവിടെയും ബൈബിൾ കോളേജ് ഉണ്ട്. ഏലീശ പറഞ്ഞിട്ടും പോരാ. മുന്നോട്ട് പോട്ടെ. 4-ാമത്തത്. ഏലിയാവ് അവനോട്, ഏലീശയെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി. എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ അവിടെയും പ്രവാചക ശിഷ്യന്മാരുണ്ട്. ഹല്ലേലൂയ പറ. അവിടെ ഒരു കൂട്ടം 10-40 പേര് കാണും, ഇയാളുടെ ശിഷ്യന്മാര്. അവർക്ക് ആരാധനയും പഠിത്തവും കോളേജും ഉണ്ട്. അവിടെ കൊണ്ടാക്കിയപ്പോ പുള്ളിക്ക് ഇതും പറ്റുകയില്ല, പുള്ളിക്ക് ഇതും പോരാ. സ്വോത്രം പറ. ചിലരാരുടെ പറഞ്ഞേനെ, ഓ ഈ എരികോവിലെ സഭ കൊണ്ട് ഞാൻ എന്ത് ചെയ്തോളാം, ഇവിടുത്തെ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ ആരാധിച്ചോളൂ, എനിക്ക് ഇത്രയും മതി. പുള്ളി പറഞ്ഞ് എനിക്ക് ഇത്രയും പോരാ, ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഉടനെ ബഥേലിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന്. ഉടനെ പറഞ്ഞ് ഈ സഭ എനിക്ക് പോരാ. സ്വോത്രം പറഞ്ഞ് ഈ സഭ എനിക്ക് പോരാ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇത്രയും മതി എന്നുള്ള കണക്ക് കുഞ്ഞെ നീ എടുത്തുകള. അത്രയും പോരാ. നിനക്കൊരു വലിയ ആത്മനിറവ് വേണമെന്ന് നീ പറ. നിനക്കൊരു വലിയ ആത്മനിറവിലേക്ക്, ഒരു വലിയ ആരാധനയിലേക്ക്, ഒരു വലിയ ആത്മീയ നിലവാരത്തിലേക്ക് മുന്നോട്ട് പോകാൻ നീ ആദ്യമായിട്ട് ആഗ്രഹിക്കേ. അല്ലാതെ കണ്ട് ഇതുവരെ ഉള്ളത് കൊണ്ട് മതി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാ, ഒതുങ്ങിയിരിക്കാതെ. ബഥേലിൽ അയാൾ ഒതുങ്ങിയില്ല, എരികോവിൽ അയാൾ ഒതുങ്ങിയില്ല, പിന്നെ ഗിൽഗാലിൽ അയാൾ ഒതുങ്ങിയില്ല, അയാൾ മുമ്പോട്ട് പോയി.
അടുത്ത സ്റ്റെപ്പ് എടുത്ത് ജോർദാനിൽ ചെന്നു. അടുത്തത് വായിച്ച്. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. കണ്ടോ, ജോർദാനിൽ ചെന്നപ്പോ അവിടെയും ശിഷ്യന്മാരുണ്ട്, അവിടെയും സഭയുണ്ട് പുള്ളിക്ക്. അവിടെയും സഭയും കൂട്ടായ്മയും ബൈബിൾ സ്കൂളും ഒക്കെ ഉണ്ട്. അത് എപ്പിച്ചോ പറഞ്ഞു, ഇതും എനിക്ക് വേണ്ട. നമ്മളായിരുന്നു എന്ത് പറഞ്ഞേനെ? എരികോയി ചെന്നപ്പോ ഇത് മതി, ഇത് മതി, അങ്ങനെ പറഞ്ഞിരിക്കുക. ഇത് മതി, ഇത് മതി. നമ്മുടെ സഭയിൽ എന്തുണ്ട്? ഒരു 5-10 പേരൊക്കെ ഉണ്ട്, അത് മതി, അത് മതി. 10-20 പേരുണ്ട്, അത് മതി. നമുക്ക് വെള്ളിയാഴ്ച പോയി, അത് മതി. ഒരു കൂട്ടായ്മ, അത് മതി. ഇടയ്ക്കോ നമുക്കത് വേണ്ട, ഇത് മതി. എല്ലാവർക്കും മതി മതി, ഉള്ളത് കൊണ്ട് മതി മതി. എലീശ പറഞ്ഞു, എനിക്കിതൊന്നും പോരാ. അയാള് വീണ്ടും മുൻപോട്ട് പോയി. സ്വത്രം വെറുതെ അയാള് വീണ്ടും മുൻപോട്ട് പോകുക. അയാള് കൊടുത്തതിനകത്തൊന്നും തൃപ്തനല്ല. അതുകൊണ്ട് ദൈവവൈതലേ, നിന്റെ ആത്മീക ജീവിതം വളരട്ടെ, മുന്നോട്ട് മുന്നോട്ട് പോകട്ടെ. സ്വത്രം വെറുതെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പടി കൂടെ മുൻപോട്ട് കയറേ. എരികോവല്ല, ബേഥേലല്ല, മുന്നോട്ട് മുന്നോട്ട് പോരട്ടെ. അങ്ങനെ ജോർദാൻ അക്കര കേറിയപ്പോൾ ഒരു ചോദ്യം, ഇതൊന്നുമല്ല, നിനക്ക് ഞാൻ എത്ര വന്ന് എരികോവി വന്നപ്പോൾ ഞാൻ നിന്റെ ശിഷ്യന്മാരുമായിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു, നീ നിന്നില്ല, നീ ബഥേലിൽ നിന്നില്ല, നീ യോർദാനിൽ നിന്നില്ല, ഇനി നിനക്ക് എവിടെയാ നിൽക്കേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? ഉടനെ പുള്ളി സത്യം പറഞ്ഞു, എനിക്ക് നിന്റെ ശുശ്രൂഷയുടെ, നിന്റെ ആത്മാവിന്റെ, നിന്റെ സഭയുടെ ഇരട്ടി എനിക്ക് വേണം. അല്ലെങ്കിൽ നീ ഇപ്പൊ 4 സ്ഥലം കാണിച്ചില്ലേ, ഈ 4ന്റെ ഇരട്ടി എനിക്ക് വേണം. സ്വത്രം പറയും, നിന്റെ മേലുള്ള ആത്മാവിന്റെ പങ്കിന്റെ ഇരട്ടിയും, നിന്റെ മേലുള്ള ശുശ്രൂഷയുടെ പങ്കിന്റെ ഇരട്ടിയും, നിന്റെ മേലുള്ള ആത്മീക നിലവാരത്തിന്റെ ഇരട്ടിയും വേണം. ഈ 4 കിട്ടിയാ പോരാ, 4 മടങ്ങ് ഇരട്ടി എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ പറഞ്ഞു, ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്നു, ഈ ഒതുങ്ങിയുള്ള എന്റെ ഇരിപ്പ് പോരാ, ഈ ഒതുങ്ങിയുള്ള എന്റെ ആരാധന പോരാം, ഇതിൽ നോക്കി എനിക്ക് അനേകം മടങ്ങ് വലുതാകണം, അനേകം മടങ്ങ് എനിക്ക് വളരണം. ഏലിയാവിന് ഇപ്പൊ എത്ര സ്ഥലത്ത് പ്രവർത്തനം നമ്മൾ കണ്ടു? ഏലിയാവിന്റെ ശിഷ്യന്മാരെ നമ്മൾ ബഥേലിൽ കണ്ടു, ഏലിയാവിന്റെ ശിഷ്യന്മാര് ഗിൽഗാലിൽ കണ്ടു, ഏലിയാവിന്റെ ശിഷ്യന്മാര് എരികോവിലുണ്ട്, ഏലിയാവിന്റെ ശിഷ്യന്മാരെ യോർദാനിലുണ്ട്. പുള്ളി ചോദിച്ചതോ ഇതിന്റെയൊക്കെ ഇരട്ടിയാ, ഇതിന്റെയൊക്കെ. അപ്പൊ 4 ഇടം കണ്ടെങ്കില് പുള്ളി പറഞ്ഞു, ഇപ്പൊ 4 സ്ഥലം നീ എന്നെ കാണിച്ചില്ലേ, 4 സ്ഥലത്തെ ശിഷ്യന്മാരും പ്രവർത്തനവും, അതിന്റെ ഇരട്ടി എനിക്ക് വേണം. ആത്മാവുണ്ടല്ലോ, അതും നിന്റെ മേലുള്ളതിന്റെ ഇരട്ടി എനിക്ക്. സ്വത്രം പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇതുവരെയുള്ള ആത്മനിറവിന്റെ ഇരട്ടി നിറവ് എനിക്ക് വേണമെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേര് തീരുമാനിക്കും? എത്ര പേര് പറയും, കർത്താവ് എനിക്കിത് പോരാം, എനിക്കിത് പോരാം, ഇതുവരെ ഞാൻ വന്നതും നിന്നതും ഒന്നും എനിക്ക് പോരാം, ഇതിന്റെയൊക്കെ അനേകം മടങ്ങ് എനിക്ക് വലുതാകണം. മതി. സ്തോത്രം. അപ്പൊ പറഞ്ഞ് പ്രയാസമുള്ള കാര്യമാ, പക്ഷെ ഞാൻ ചെയ്തു തരാം. ഏലിയാവ് പറഞ്ഞു, പ്രയാസമുള്ള കാര്യമാണ്, ഞാൻ ചെയ്തു തരാം. അതുകൊണ്ട് 2 വ്യവസ്ഥ വെച്ചു. ഒന്ന്, ഞാന് എടുക്കപ്പെടുന്നത് നീ കാണണം. രണ്ടാമത്, നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. എന്നോട് കൂടെ ഈ 2 വ്യവസ്ഥ അംഗീകരിക്കാവോ? എന്താ ഒന്നാമത്തെ വ്യവസ്ഥ? ഒന്നാമത്തെ വ്യവസ്ഥ, കുറച്ചുകൂടെ മുൻപോട്ട് ചെല്ലുമ്പോൾ എൻ്റെ യാത്ര തീരും. എൻ്റെ യാത്ര, അപ്പൊ എന്നെ കർത്താവ് മുകളിലോട്ട് എടുക്കും. അവിടം വരെ നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. സ്തോത്രം. മനസ്സിലായോ? ഇല്ല, ഫിനിഷിംഗ് പോയിന്റ്. എൻ്റെ ഈ ലോകത്തിലെ അവസാനത്തെ പോയിന്റ് വരെ എന്നോടൊപ്പം നീ വന്നാൽ, ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയാൽ നീ ചോദിച്ച കാര്യം നടക്കും. ഹല്ലേലൂയ പറഞ്ഞു. അതുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയില്ല. ദൈവത്തിന് നമ്മളെ കുറിച്ച് എവിടം വരെ ആത്മീകമായി മുന്നോട്ട് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തുവോ? അവിടം വരെ എത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ അവിടം വരെ എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മറുപടി എനിക്ക് ഗ്യാരണ്ടി ഇല്ല. അല്ലേ ഏലിയാവ് പറഞ്ഞു. അതുകൊണ്ട് ഏലിയാവ് പറഞ്ഞു, നീ ചോദിച്ച വിഷയം കിട്ടും, പക്ഷെ നീ എവിടം വരെ വരണം? ഞാൻ മുകളിലോട്ട് പൊങ്ങുന്ന സ്ഥലമുണ്ടല്ലോ, അവിടം വരെ നീയും വരണം.
സ്തോത്രം പറഞ്ഞു. അത് എത്ര നാളാവുമെന്നൊന്നും അറിയത്തില്ല, എത്ര ദിവസമാവുമെന്ന് അറിയത്തില്ല. എന്നോടൊപ്പം നീ അവിടം വരെ വരണം. അത് എവിടെ വെച്ചാണെന്നൊന്നും പറയാനൊക്കത്തില്ല. ജോർദാൻ അക്കരെ കയറി കഴിയുമ്പോൾ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ദൈവം എന്നെ എടുക്കും. അവിടം വരെ വരണം. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ആത്മീക ജീവിതത്തിൽ നീ മുന്നോട്ട് വരാൻ വേണ്ടി ദൈവം ഒരു ഫിനിഷിംഗ് പോയിന്റ് വെച്ചിട്ടുണ്ട്. അവിടം വരെ എത്തുവോ? ഈ വർഷം എത്തിയില്ലെങ്കിൽ ഈ വർഷം കാര്യം നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വർഷം എത്തിയില്ലെങ്കിൽ കാര്യം നടക്കില്ല. എത്ര പേര് അതിന് തയ്യാറുണ്ട്? ഇന്ന് രാത്രിയിൽ നിങ്ങളെ കുറിച്ച് ദേശത്ത് കൊണ്ടുവന്നു. നിങ്ങൾ ആത്മീകമായി എവിടം വരെ മുന്നോട്ട് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ആ സ്ഥലം വരെയും കർത്താവേ ഞാൻ എത്തുമെന്ന് തീരുമാനിച്ചാൽ ഇന്ന് രാത്രി ഉറപ്പു തരാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് ആത്മീയ നിലവാരം. സ്തോത്രം. ആത്മീയ ശക്തമായിട്ട് കൈയൊക്കെ അടിച്ച് വായൊക്കെ തുറന്ന് ദൈവത്തെ നമുക്ക് ആരാധിക്കാം കേട്ടോ. കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കണം. ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ വേല ഏറ്റെടുത്ത് ചെയ്യണം. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും, കൂലി കിട്ടും. വേലക്കാരൻ തന്നെ ഇപ്പൊ കണ്ടോ, മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്തപ്പോ എന്ത് കിട്ടി? കണക്കില്ലാതെ കർത്താവ് കൊടുത്തില്ലേ? കണക്കില്ലാതെ കൊടുത്തില്ലേ? സ്തോത്രം. ഉൽപ്പത്തി 15 അബ്രാഹാമിനോട് എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം കൂട്ടി കിട്ടണോ? ദൈവം നമുക്ക് ചില പ്രതിഫലം തരണോ? എന്റെ ജോലിയിൽ പ്രതിഫലം വർദ്ധിപ്പിക്കണോ? സ്തോത്രം പറ. ആമേൻ, ആമേൻ, ആമേൻ. ജോലിയിലെ പ്രതിഫലം വർദ്ധിപ്പിക്കുവാൻ, സാമ്പത്തികമായ പ്രതിഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. കാരണം അബ്രാഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തു, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. എന്താ ഇത് കാരണം? പ്രതിഫലം വേണോ? സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ. അബ്രാഹാം 14-ാം അധ്യായത്തിൽ എന്താ ചെയ്തത്? 14-ാം അധ്യായത്തിൽ അബ്രാഹാം ചെയ്തത്, അവിടെ പോയിരുന്നോളൂ, എന്റെ നടി മേടിക്കരുത് കേട്ടോ. 14-ാം അധ്യായത്തിൽ അബ്രാഹാം ചെയ്തത്, ലോത്തിനെ സോതോമിൽ നിന്നും മറ്റ് രാജാക്കന്മാര് ലോത്തിനെ പിടിച്ചോണ്ട് പോയി. അബ്രാഹാം പുറകെ പോയി 318 പേരുമായിട്ട് അബ്രാഹാം പോയിട്ട് ഈ 4 രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ലോത്തിനെയും ആളുകളെയും തിരിച്ചു പിടിച്ചോണ്ട് വന്നു. തിരിച്ച് പിടിച്ചോണ്ട് വന്നു. വന്നപ്പോഴാ ദൈവം പറഞ്ഞത്, നിന്റെ അതിമഹത്തായ പ്രതിഫലം. നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമോ? എന്താ കാര്യം? ലോത്ത് അബ്രാഹാമിന്റെ മക്കൾക്ക് വേണ്ടി, അബ്രാഹാമിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അബ്രാഹാമിന്റെ ദാസന്മാർക്ക് വേണ്ടി അല്ല ലോത്ത് യുദ്ധത്തിന് പോയത്. അല്ല, അബ്രാഹാം പോയത് ആർക്ക് വേണ്ടിയാ? ലോത്തിന്റെ മക്കൾക്ക് വേണ്ടിയും, ലോത്തിന് വേണ്ടിയും, ലോത്തിന്റെ ദാസന്മാർക്ക് വേണ്ടിയും, ദാസിമാർക്ക് വേണ്ടിയും, അതോടുകൂടെ സോതോമിനെ പിടിച്ചോണ്ട് പോയ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയുമാണ് അബ്രാഹാം പോയത്. അങ്ങനെ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി അബ്രാഹാം ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ അതിമഹത്തായ. മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് പോകാവോ? അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്കൊക്കെ പോകാവോ? പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ രക്ഷിച്ചോണ്ട് വരാൻ വേണ്ടി, മറ്റുള്ളവരെ വിടിവിച്ചോണ്ട് വരാൻ വേണ്ടി അബ്രാഹാം തന്റെ സ്വന്തം വീട്ടിലുണ്ടായിരുന്ന ഈ 318 പേര് എന്ത് ചെയ്തു? അബ്രാഹാം അവരും കൊണ്ട് കാശ് മുടക്കി ഇവർക്കെല്ലാം ചെലവിനും കൊടുത്തു പോയി യുദ്ധം ചെയ്ത് ജയിച്ച് അവരെ തിരിച്ചു കൊണ്ടുവന്നപ്പോ പറഞ്ഞു, ഞാൻ നിന്റെ പ്രതിഫലം. നമ്മൾ ഇന്ന് വരെ മറ്റുള്ള ഒരു മനുഷ്യരെ പോലും പോയി എന്ത് ചെയ്തിട്ടില്ല? രക്ഷയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പൊരുതിയിട്ടുണ്ടോ? യുദ്ധം ചെയ്തിട്ടുണ്ടോ? പോരാടിയിട്ടുണ്ടോ?
സ്വന്തം കുടുംബത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ ദൈവം പറയത്തില്ല ഞാൻ നിനക്ക് പ്രതിഫലം തരുമെന്ന്. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സോദോമിലെ രാജാക്കന്മാരോട് അല്ലെങ്കിൽ അബ്രാഹാം പോയി യുദ്ധം ചെയ്തത്. ആ രാജാക്കന്മാര് തോൽപ്പിച്ച് പിടിച്ചോണ്ട് പോയ ആൾക്കാർക്ക് വേണ്ടിയും ലോത്തിനും മക്കൾക്കും വേണ്ടി. അതുകൊണ്ട് ദൈവമക്കളെ, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇന്ന് രാത്രി ഉറപ്പു തരുന്നു, ഈ ദൈവം അതിമഹത്തായ പ്രതിഫലം നിങ്ങൾക്ക് തരും. കാരണം നിങ്ങൾ വെറുതെ ഒന്നും ചെയ്യണ്ട കേട്ടോ. സ്തോത്രം പറഞ്ഞ് ദൈവവേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പ്രതിഫലം തരുന്ന ആളാണ് ഇദ്ദേഹം. ഇനി ആദ്യ വാക്യം ഒന്ന് വായിച്ചേ, 15:1 വായിച്ചേ. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഇപ്പൊ പുള്ളിക്ക് ഒത്തിരി രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ഈ യുദ്ധത്തില്. സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല പുള്ളി യുദ്ധം ചെയ്തത്, തന്റെ ദാസന്മാർക്കോ ദാസിമാർക്കോ ഒന്നും വേണ്ടിയല്ല പുള്ളി യുദ്ധം ചെയ്തത്. സോതോമിൽ തന്റെ അനിയൻ താമസമുണ്ട്. അനിയനെ മറ്റുള്ള രാജാവ് പിടിച്ചോട്ട് പോയപ്പോ സോതോമിലെ ആൾക്കാരെ അവർ കൊണ്ടുപോയി. അല്ലെ നമുക്ക് നോക്കിയാ 14-ാം അധ്യായത്തിന് ഒടുവിലത്തെ ഭാഗം ഒന്ന് വായിച്ച സിസ്റ്റർ. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കും. മുകളിലോട്ട് കിട്ടിയൊന്ന് വായിച്ചേരെ. നീ ആളുകളെ എനിക്ക് താ, പണം നീ കൊടുത്തോളാൻ പറയത്തില്ലേ? അതൊന്ന് വായിച്ചേ. എത്ര വാക്യം സിസ്റ്റർ? 20. എത്ര? 21. ഉറക്കമായി 21 ഉറക്ക വായിച്ചേ. കണ്ടോ, ഈ ആളുകളെ യുദ്ധം ചെയ്ത് ഇവരെ രക്ഷിച്ചോണ്ട് വന്നപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ നിന്റെ പ്രതിഫലമാണ്. നമ്മൾ എത്ര ആളുകളെ യുദ്ധം ചെയ്ത് രക്ഷിച്ചോണ്ട് വന്നു പിശാചിന്റെ പിടിയിന്ന്. നമ്മൾ തന്നെ കിടക്കുന്നത് പിശാചിന്റെ പിടിയില്ല. എന്നിട്ട് വേണേ മറ്റുള്ളവരെ അല്ലേ? ഇപ്പൊ ഈ പുള്ളി സോതോമിലെ ആളുകളെ എല്ലാം രക്ഷിക്കാൻ വേണ്ടിയ യുദ്ധത്തിന് പോയത്. അത് കയ്യിൽ നിന്ന് കാശ് മുടക്കിയാ പുള്ളി പോയത്. പുള്ളി ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. വീട്ടിലെ 318 പേരെ കൊണ്ട് പോയി ഈ ആൾക്കാരെ എല്ലാം രക്ഷിച്ചോണ്ട് വന്നപ്പം കർത്താവ് പറഞ്ഞു, നീ ചുമ്മാതെ ആരെയും രക്ഷിക്കേണ്ട, നീ രക്ഷിച്ചതിന്റെ പ്രതിഫലം ഞാൻ നിനക്ക് തരും. നീ അതിമഹത്തായ പ്രതിഫലം. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ കർത്താവിന് വേണ്ടി ചെയ്യുകയും മേടിക്കുകയും ചെയ്താൽ തീർച്ചയായും പ്രതിഫലം തരും. പ്രൈസ് ദി ലോർഡ്. സോദോമിലെ ആളുകളെല്ലാം പോയി രക്ഷിച്ചോണ്ട് വന്നു. ലോത്തിനും കുടുംബത്തെയും രക്ഷിച്ചോണ്ട് വന്നു. ലോത്തിന്റെ ഇടയന്മാരെ രക്ഷിച്ചോണ്ട് വന്നു. ലോത്തിന്റെ മക്കളെ രക്ഷിച്ചോണ്ട് വന്നു. ലോത്തിന്റെ ഭാര്യയെ രക്ഷിച്ചോണ്ട് വന്നപ്പോഴാണ് ദൈവം പറഞ്ഞ്, ഈ ഇത്രയും കാര്യം നീ ചെയ്തെങ്കിൽ ഇതിന് പ്രതിഫലം ഞാൻ തരും. ഞാനാണ് ഇതിന്റെ പ്രതിഫലം. തീർച്ചയായും ദൈവമക്കളെ, നശിച്ചു പോകുന്നവരെ, തകർന്നു പോകുന്നവരെ രക്ഷിച്ചോണ്ട് വന്നാൽ കർത്താവ് നിനക്ക് പ്രതിഫലം തന്നിരിക്കും. അതാണ് സുവിശേഷ വേല, അതാണ് രക്ഷ. ആമേൻ, ആമേൻ, ആമേൻ. നാം ഇറങ്ങി പലരെ നേടിക്കൊണ്ട് വന്നാൽ അതിന്റെ കൂലി നിനക്ക് കിട്ടും. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാരും കുറച്ചെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ. സ്തോത്രം. ദൈവം നമ്മളെ ഒരുക്കട്ടെ. ഹല്ലേലൂയ. സമയത്തിന്റെ പരിമിതി, ഞാൻ ഒരു വാക്യം കൂടെ വായിപ്പിക്കാം. ആമേ, പ്രൈസ് ദി ലോർഡ്. ഈ പല വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നതിൻ്റെ എന്ന് ചോദിച്ചാല് സുവിശേഷ വേലയെക്കുറിച്ചും ദൈവവേലയെക്കുറിച്ചും ഒക്കെ പ്രത്യേകം ഒന്ന് പറയാൻ വേണ്ടിയാ കേട്ടോ. ആമേ, 2 രാജാക്കന്മാര് 17-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, സരാപാത്തിലോട്ട് പൊക്കൂ, ഞാൻ അവിടെ ഒരു വിധവയോട് നിന്നെ പോറ്റി പുലർത്താനായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്, നീ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്തായിരുന്നു? സാരാ കെരുത്ത് തോട്ടിലെ കൊണ്ടിരുത്തി, അല്ലേ? അപ്പം കൊണ്ട് കൊടുത്തു, കാക്ക എല്ലാം കൊണ്ട് കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഏലിയാവിന്റെ എല്ലാ കാര്യവും ദൈവം ഏറ്റെടുത്തു. ഏലിയാവിന്റെ എല്ലാ കാര്യവും എന്തുകൊണ്ടാ? ഏലിയാവ് കർത്താവിന് വേണ്ടി മുന്നോട്ട് വന്നു. യഹോവയായ ദൈവത്തെ കർമ്മേൽ പർവ്വതത്തിൽ യാഗം നടത്തി
ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ ആരാധന നിലനിർത്താനും അന്യാരാധന തകർക്കാനും അന്യാരാധനക്കെതിരെ നിൽക്കുന്ന ആഹാബിനും കൂട്ടർക്കും ഒക്കെ എതിരായി കർത്താവ് ഏലിയാവ് മുൻപോട്ട് വന്നപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, കെരുത്തു തൊട്ടി പോയിരുന്നു, വെള്ളമൊക്കെ അവിടെ ഉണ്ട്, ആഹാരമൊക്കെ. അങ്ങനെ കർത്താവിന് വേണ്ടി മുമ്പോട്ടിറങ്ങിയാൽ നിന്റെ കുടുംബത്തെ പുള്ളി ഏറ്റെടുത്തോളും, നിന്റെ താമസ സൗകര്യം പുള്ളി ഏറ്റെടുത്തോളും, നിന്റെ വസ്ത്രം പുള്ളി ഏറ്റെടുത്തോളും, നിന്റെ ആഹാരം പുള്ളി ഏറ്റെടുത്തോളും, നിങ്ങളുടെ കാവലും സൂക്ഷിപ്പും പുള്ളി ഏറ്റെടുത്തോളും. ഹല്ലേലൂയ പറഞ്ഞേ. ഏലിയാവ് കണ്ടോ, ആഹാബിനെ വെല്ലുവിളിച്ചുകൊണ്ട് സത്യ ദൈവത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയപ്പോൾ ഏലിയാവ് എവിടെ ഇരിക്കണം അത് കർത്താവ് ഏറ്റെടുത്തു, എന്ത് കഴിക്കണം അത് കർത്താവ് ഏറ്റെടുത്തു, എവിടെ താമസിക്കണം അത് കർത്താവ് ഏറ്റെടുത്തു, സകലരും ദൈവം ഏറ്റെടുത്തു. സ്തോത്രം. കർത്താവിന് വേണ്ടി മുമ്പോട്ടിറങ്ങിയാൽ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ദൈവം ഏറ്റെടുക്കും, നമ്മുടെ കാര്യം ദൈവം ഏറ്റെടുക്കും. ഹല്ലേലൂയ. അത് എവിടെ നേലും കർത്താവ് കൊണ്ട് തന്നോളും. കാക്കയാണേലും എന്താണേലും നമ്മൾ ഇരിക്കുന്ന സ്പോട്ടിലെല്ലാം കർത്താവ് എത്തിച്ചോളും. കുറെ കഴിഞ്ഞപ്പോ അതങ്ങ് തീർന്നു, കാക്ക വരുന്നില്ല. കാക്ക വരാഞ്ഞതിന്റെ കാര്യം എന്താ? കാക്ക വന്നത് എന്തുകൊണ്ടാ? അവിടെ വായിച്ചത് എന്താ? നമ്മളെ കാക്കയോട് കൽപ്പിച്ചു, ആ കൽപ്പന തിരിച്ചെടുത്തു, അതുകൊണ്ടാ കാക്ക വരാത്തത്. കർത്താവ് കാക്ക വിളിച്ചു പറഞ്ഞു ഇനി പോണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. തോട്ടിലെ വെള്ളവും പറ്റി. അതെന്താ? രണ്ടു വഴിയും തീർന്നു കേട്ടോ. വെള്ളമില്ല, കാക്കയുണ്ട്. എന്താ തീർന്നത്? എന്താ അടച്ചത്? അടച്ചത് എന്തിനാന്ന് ചോദിച്ചാല് സരാപ്പാത്തില് വേറെ തുറക്കാനാ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ഒന്ന് അടയ്ക്കുന്നതിന് മുമ്പേ മറ്റൊന്ന് കരുതിയേ കർത്താവ് അടയ്ക്കത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. സരാപാത്തിൽ ഒരു വിധവയും വിധവയുടെ വീടും അവിടെ ഏലിയാവിന് താമസിക്കാനുള്ള സൗകര്യവും അവിടെ ഏലിയാവിന് ആഹാരവും ഏലിയാവിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ക്രമീകരിച്ചിട്ട് ഇവിടുത്തെ അടച്ചു. സ്തോത്രം. കർത്താവിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ഒരു വഴി അടയുന്നതിന് മുമ്പേ രണ്ടാമത്തത് തുറന്നിരിക്കും. രണ്ടാമത്തത് തുറന്നിരിക്കും. ഇനിയും സരാപാത്ത് വേറൊരു രാജ്യമാ, ഇസ്രയേൽ രാജ്യമല്ല. ഈ സരാപാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഏലിയാവിന് ആരെയും പരിചയമില്ല. ഏലിയാവ് ആ രാജ്യക്കാരനല്ല. ഈ വിധവയ്ക്ക് ഏലിയാവിനെ പരിചയമില്ല. കാരണം വിധവ ഇസ്രയേൽക്കാരത്തിയല്ല. അങ്ങനെ തമ്മിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ, തമ്മിൽ പരിചയമില്ലാത്ത വ്യക്തികൾ, രണ്ട് രാജ്യത്ത് താമസിക്കുന്നവർ. പക്ഷേ ഏലിയാവിനെ വിധവ കണ്ടിട്ടില്ലെങ്കിലും വിധവയെ ഏലിയാവ് കണ്ടിട്ടില്ലെങ്കിലും തമ്മിൽ കണ്ടിട്ടില്ലാത്തവരെയും അറിയാത്തവരെയും രണ്ട് രാജ്യത്തിലായിരിക്കുന്നവരെയും കർത്താവ് കരുതി. കരുതി കേട്ടോ. അവിടെ കർത്താവ് കരുതി. സ്തോത്രം. അതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞു. ഏലിയാവിനോട് പറഞ്ഞു പൊക്കോ സരാപാത്തിലോട്ട്. ഏലിയാവ് അവിടെ ചെന്നപ്പോ അവിടെ എന്താ നടക്കുക? അവിടെ മരണം. വിധവ പറയാ, ഞാനും എന്റെ ചെറുക്കനും കൂടെ ഒരടയുണ്ടാക്കി അതിനുള്ള മാവേ ഉള്ളു, കഴിച്ചിട്ട് മരിക്കാൻ പോവാന്ന്. ഈ പുള്ളി അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന അങ്ങനെ ഇവിടുന്ന് പട്ടിണി. കാക്ക വന്നില്ല, വെള്ളവും ഇല്ലാതെ പട്ടിണിക്ക് അങ്ങോട്ട് ചെന്നപ്പം അവിടെ പട്ടിണി കൊണ്ട് ചാകാൻ തുടങ്ങുക. ഇവിടെ നിന്ന് പട്ടിണി കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോ അവിടെ പട്ടിണി കൊണ്ട് ചാകാൻ തുടങ്ങുക. സ്തോത്രം പറഞ്ഞേ. ഇവിടെ നിന്ന് എല്ലാ വഴി അടഞ്ഞ് അവിടെ ചെന്നപ്പം അവിടത്തെ മരിക്കാൻ തുടങ്ങുന്നു. സ്തോത്രം പറഞ്ഞേ. അങ്ങനെ അവിടുത്തെ സാഹചര്യം വളരെ മോശമാണ്. ഏലിയാവും ഈ വിധവയും തമ്മിൽ കൂട്ടിമുട്ടി, രണ്ടുപേരും തമ്മിൽ സന്ധിച്ചു. അവിടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നടന്നു. വിധവയോട് ഏലിയാവ് പറഞ്ഞു, ഇനി ആ 13-ാമത്തെ വാക്യം വായിക്കാം. വായിച്ചേ. അപ്പൊ ഈ യജമാനെ, എന്റെ കയ്യിൽ ആകെ ഉള്ളത് 2 അടയ്ക്കുള്ള പൊടിയേ ഉള്ളൂ. അത് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാൻ പോകും. കാരണം ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ല, ദാരിദ്ര്യം കൊണ്ട് മരിക്കാൻ പോവാം, ഇനി ഇല്ല ഇതിനകത്ത്. അപ്പൊ ചോദിച്ചു, ഒരട എനിക്ക് തരുമോ? ഉടനെ പറഞ്ഞു, ഇല്ല, ആകെ 2 ഉള്ളൂ, ഞങ്ങള് അത് കഴിച്ചിട്ട് മരിക്കാൻ പോവാ. സ്തോത്രം. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്,
ആ ഉള്ളതിൽ നിന്ന് ഒരു ചെറിയ അട ആദ്യം എനിക്ക് പറ്റുമോ? ഉള്ളതിൽ നിന്ന് ഒരു ചെറിയ നന്മ ആദ്യം ദൈവത്തിന് വേണ്ടി വേർതിരിക്കാവോ? പറ്റുമോ? 10 ദിനാറേ ഉള്ളോ, അതാദ്യം ഉടയതമ്പുരാന് വേണ്ടി നിനക്ക് ആ ഉള്ളതിനകത്തുനിന്ന്, സമൃദ്ധി എന്നല്ല കേട്ടോ, സ്വത്വം പറഞ്ഞ് കൊള്ളായ്മയെന്നല്ല, 10-25,000-നകത്തുനിന്നല്ല, മരിക്കാൻ പോവുക. ആദ്യ 2 അടേ ഉള്ളൂ, അല്ലേലിയാ പറഞ്ഞ്, ചെറിയൊരു നന്മയേ ഉള്ളൂ. അതിനകത്തുനിന്ന് ഒരാൾക്ക് കൊടുക്കാനില്ല. അത് അവള് തീർത്തും പറഞ്ഞ് തരാനില്ല. കൂടെ ഞങ്ങൾക്ക് 2 അടേ ഉള്ളൂ, അത് ഞങ്ങൾക്ക് പോലും തൃപ്തിയല്ല, ഞങ്ങൾ മരിക്കാൻ ഉടനെ പറഞ്ഞു. അതിനകത്തുനിന്ന് ആദ്യം ഒരു ചെറുത് ചോദിക്കട്ടെ, നിനക്ക് കിട്ടുന്ന ചെറിയ നന്മയിൽ നിന്ന് ആദ്യം ദൈവവേലയ്ക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും ആദ്യം ഒരു അംശം വേർതിരിക്കാവോ? എത്ര പേര് തീരുമാനിക്കും? ഹല്ലേലൂയ പറ. നിന്റെ നന്മ വളരാനുള്ള വഴിയാ പറയാൻ പോണ. അനുഗ്രഹം വളരത്തില്ല, സാലറി ഒന്നും കൂടുകയില്ല, നന്മകളൊന്നും കൂടുകയില്ല. ദൈവപൈതല് ദൈവം തൊട്ടാൽ എല്ലാം കൂടും. ഹല്ലേലൂയ പറ. അപ്പോൾ ആദ്യം കൊടുക്കുവോ? അതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ മാസം ഒത്തില്ലെങ്കിൽ ചിലർ പറയുന്ന ഞാൻ അടുത്ത മാസം ഡബിളായിട്ടും കൊടുത്തേക്കാം, കടം വെക്കുക കർത്താവുമായിട്ട്. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടവാ. എന്ത് ചെയ്യാ? പ്രൈസലോ. കർത്താവ് പറഞ്ഞ് ആ ഇല്ലാത്തതിൽ നിന്ന് നീ ആ മരിക്കാൻ പോവല്ലേ, ആ ഒരടക്കകത്തുനിന്ന് ആദ്യം എനിക്ക് വേണ്ടി ഒരു ചെറിയ അട, എനിക്ക് വലിയായിട്ട് നീ എന്റെ വിശപ്പ് തീരത്തക്ക നിലയിലൊന്നും എനിക്ക് തരണ്ട, ഒരു ചെറിയ അട. എന്തിനാന്നറിയോ? ആ ചെറിയ അടയിലൂടെ അവക്ക് നന്മ വർദ്ധിപ്പിക്കാൻ പ്രവാചകൻ വാക്യം വായിച്ചേ. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് അരുളി ചെയ്യുന്നതാണോ പറഞ്ഞേ? ആണോ? നിങ്ങൾ വായിച്ചാട്ടെ. ഏലിയാവ് അരുളി ചെയ്യുന്നു, അങ്ങനാണോ പറഞ്ഞത്? ആമേൻ. ഏലിയാവ് എന്താ പറഞ്ഞത്? ചെറിയ അട നീ എനിക്ക് തരിക. അത് ആർക്കാ? ദൈവത്തിന്. സ്വത്രം പറഞ്ഞ് യഹോവ അരുളി ചെയ്യുന്നു, ഈ ചെറിയ അട ഉണ്ടാക്കിയ നിന്റെ കലത്തിലെ മാവിലെ എണ്ണ ഇനി ഒരിക്കലും നിന്നു പോകുകയില്ല. അല്ലേലിയാ പറഞ്ഞ് ഈ രാജ്യത്ത് എന്ന് സമൃദ്ധി ഉണ്ടാകുവോ അതുവരെ നിന്റെ കലത്തിലെ മാവ് തീരുകയില്ല. ദൈവവൈദ്യുതി ഇങ്ങനെയാണ് നിന്റെ സാലറി കൂടുന്നത്. അല്ലേലിയാ പറഞ്ഞത് ഇങ്ങനെയാണ് നിന്റെ സാമ്പത്തികം വർദ്ധിക്കുന്നത്. അല്ലേലിയ. എങ്ങനെ? ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ അംശം വേർതിരിച്ചപ്പോൾ പ്രവാചകൻ പറയാണ്, യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ കലത്തിലെ മാവിനിയും ഈ ദേശത്ത് മഴ പെയ്യുന്നത് വരെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ പറഞ്ഞേ. കൊടുക്കാൻ പറ്റുമോ കർത്താവിന് വേണ്ടി? ഇന്ന് ഇവിടുന്ന് തീരുമാനത്തോടെ പോണം കേട്ടോ. നമുക്ക് കിട്ടുന്ന 100 ദിനാറേ ഉള്ളോ, 50 ദിനാറേ ഉള്ളോ, 200 ദിനാറേ ഉള്ളോ, 300 ഉള്ളോ? ആദ്യം അതിൽ നിന്നൊരു ചെറിയ അംശം ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ നിന്റെ സംഭരണിയെ കർത്താവ് തൊടും. അപ്പൊ കണ്ടോ, വിധവയുടെ കലത്തിനെ കർത്താവ് തൊട്ടു. പ്രവാചകൻ പറയാ, നീ അങ്ങനെ ചെയ്യാ. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ അങ്ങനെ ചെയ്യണ്ട, പേടിക്കണ്ട. എന്താ കാര്യം? പ്രവാചകന് ഇത് നിനക്ക് തന്നാൽ ഞാനും എന്റെ കുഞ്ഞും ചാകാൻ പോവുകയാണല്ലോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നോർത്ത് നീ പേടിക്കണ്ട. നീ ഇങ്ങനെ ചെയ്താൽ നിന്റെ കലത്തിലെ മാവിനിയും മഴ പെയ്യുന്നത് വരെ തീരുകയില്ല. ഹല്ലേലൂയ പറഞ്ഞ ദൈവവൈതലേ, 10 or 100 കാണത്തുള്ളൂ. അതിൽ നിന്നൊരു 10 ദിനാർ ആദ്യമേ ദൈവത്തിന് കൊടുക്ക്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തില് 27 വർഷമായിട്ട് ഇപ്പോഴാ ഒരു സാമ്പത്തിക വിഷയം ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് വരെയും ഭാഷ ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങളുടെ നന്മ വർദ്ധിക്കാൻ വേണ്ടിയാ, നിങ്ങളുടെ നന്മ വർദ്ധിക്കാൻ വേണ്ടിയാ. ആമേ. സ്തോത്രം പറഞ്ഞ് മരിക്കാൻ പോയ കുടുംബത്തിന്റെ സ്ഥിതി. ഇനി അടുത്ത ലൈൻ വായിച്ചാട്ടെ സിസ്റ്ററെ.
അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. ആ. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. കണ്ടോ, അവൾ അങ്ങനെ ചെയ്തു. സ്വത്രം പറഞ്ഞത് അങ്ങനെ ചെയ്തപ്പോൾ ഏലിയാവ് പറഞ്ഞതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല. സ്വത്രം പറഞ്ഞ് അവള് ഒരു ദിവസത്തെ ഭക്ഷണം ശരിയാക്കി കഴിയുമ്പോൾ ആ കലത്തിൽ പിന്നെ മാവിരിക്കും. പിറ്റേ ദിവസം ഭക്ഷണം ശരിയാക്കി കഴിയുമ്പോൾ ആ കലത്തിൽ പിന്നെ മാവിരിക്കും. ദൈവവൈദ്യലെ നിന്റെ ചെറിയ നന്മയാണെങ്കിലും ആ നന്മ ഒരിക്കലും തീർന്നു പോകാതെ, ആ നന്മ ഒരിക്കലും നിന്നു പോകാതെ, ആ നന്മ ഒരിക്കലും അടഞ്ഞു പോകാതെ അനുഗ്രഹിക്കുന്ന ദൈവം. ആദ്യമേ നീ അവന് വേണ്ടി ചെറിയ ഒത്തിരി ഒന്നും ചോദിക്കുന്നില്ല, എനിക്കൊരു ചെറിയ അട മതി എന്ന് പറഞ്ഞു. അത് നിന്റെ സമൃദ്ധിയിൽ നിന്നല്ല, ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം നിന്നെ മാനിക്കും. കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ. തീർച്ചയായിട്ടും 2025 ഇവിടെ ഇരിക്കുന്ന ചില സംഭരണി ദൈവത്തിന് വർദ്ധിപ്പിക്കാനുണ്ട്, ചില കലത്തെ കർത്താവിന് തൊടാനുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഉറവിടത്ത്, നിന്റെ സംഭരണിയെ, നിന്റെ വരുമാനത്തിന്റെ ഉറവിടത്ത്, നിന്റെ നന്മയുടെ ഉറവിടത്ത് ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഒരു ചെറിയ അംശം ദൈവത്തിന് മാറ്റിവെക്കുക. തീർച്ചയായും ദൈവം എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരും സുവിശേഷ ദൈവദാസന്മാർക്ക് വേണ്ടി കൊടുക്കണമെന്ന് വചനത്തിലുണ്ട്. കൊടുക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഉണ്ടേ കൊടുക്കില്ലേ, കൊടുക്കണ്ട, അതൊരു വിഷയമേ അല്ല. പ്രൈസ്. പക്ഷേ കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യേ കേട്ടോ. ഇനി അത് ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായോ? ഇല്ലല്ലേ? ആരും ഒന്നും കൊടുക്കണ്ട. തന്റെ ദാസനെ പോറ്റാൻ ദൈവത്തിനറിയാം. കാക്ക കൊണ്ടുവന്ന് രാവിലെ വെട്ടും പോറ്റിയില്ലേ? ആരെങ്കിലും കഞ്ഞിയും കപ്പയും കൊണ്ട് പാർസൽ കൊടുത്തതാണോ ഏലിയാവിന്? സുവിശേഷം പറയുന്നവരെ പോഷിപ്പിക്കാൻ ദൈവത്തിനറിയാം. അതിനെല്ലാം കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്താൽ ദൈവം നിങ്ങളെ മാനിക്കും കേട്ടോ. കർത്താവ് നിങ്ങളെ മാനിക്കും. ഇന്നൊരു തീരുമാനത്തോടെ നമുക്ക് കടന്നു പോകാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആമേൻ. ദൈവം എനിക്ക് തന്ന ചിന്ത, ആരാധനയെ തടയുന്ന ചില ശക്തികൾ, വാഗ്ദത്തത്തെ തടയുന്ന ചില ശക്തികൾ, ദൈവമക്കളുടെ അനുഗ്രഹത്തിന്റെ സമയം മറിച്ചു കളയുന്ന ശക്തികൾ. സ്തോത്രം, ഹല്ലേലൂയ. അതേക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയില്ല. ഞാൻ ആ വാക്യം വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. സ്തോത്രം. യിരെമ്യാ പ്രവചനം 46-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണ്. പെട്ടെന്ന് വായിച്ചാട്ടെ. വിനാശമെന്നും സമയം തെറ്റി വരുന്നവനെന്നും അടി വരയിട്ടോ. മിസ്രൈം രാജാവിന്റെ പ്രത്യേകത 1 വിനാശം, 2 സമയം. സ്തോത്രം പറയും. ഈ നാശം മുഴുവൻ ഉണ്ടാക്കുന്നത് ഫറവോന്റെ ശക്തിയാണ്. കണ്ട, അവന്റെ പേര് തന്നെയാണ് സ്തോത്രം. പിന്നെ രണ്ടാമത് പറഞ്ഞ കേട്ടോ, സമയം സമയം തെറ്റിക്കുന്നവൻ. ഹല്ലേലൂയ പറഞ്ഞ് വിസ നാളെ അടിച്ചു കിട്ടും, ഇന്ന് എന്ത് ചെയ്തു? ഇന്ന് തെറ്റിച്ചു. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞ് നാളെ നമ്മൾ എന്ത് ചെയ്യും? ആ ഇന്റർവ്യൂ പാസ്സാകും, ഇന്ന് ഇന്റർവ്യൂ തെറ്റിച്ച് ദൂരെ കളഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞ് നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? പ്രൈസ്, ജോലി കിട്ടും, ഇന്ന് അത് തെറ്റിച്ച് കളഞ്ഞു. അങ്ങനെ 100 പ്രാവശ്യം നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ സമയം തെറ്റിക്കുന്ന ശക്തി. ഹല്ലേലൂയ പറഞ്ഞ് ഫറോ രാജാവിന്റെ തിയറിയാണത്, സമയം തെറ്റിക്കുക. നീ പ്രാവശ്യം നിങ്ങളെ വിട്ടേക്കാൻ കേട്ടോ, അപ്പുറത്തോട്ട് മാറി ഈ പ്രാവശ്യം വിടത്തില്ല, തെറ്റിക്കും പുള്ളി, പിന്നെയും വിടത്തില്ല, തെറ്റിക്കും. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അനേക നന്മകൾ കിട്ടേണ്ട സമയങ്ങളെല്ലാം ഈ പുള്ളി തെറ്റിച്ച് കളഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞു. ഇനി 2025 നിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ സമയം തെറ്റിച്ച് കളയാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചോളുക.
കുഞ്ഞുങ്ങൾ ജനിക്കും, ജനിച്ച ഉടനെ ഈ പുള്ളി കൊല്ലും. പിന്നത്തേന് വെക്കത്തിൽ ഉടനെ പുള്ളി കൊല്ലും. അത് അങ്ങനെ ഓർഡർ ഇട്ടേക്കുന്നത് എങ്ങനെയാ? പ്രസവിക്കുന്നിടത്ത് വെച്ച് കൊന്നാക്കാനാ പറവൻ ഓർഡർ ഇട്ടേക്കുന്നത്. സ്തോത്രം. നാശം വരുത്തുന്ന ശക്തി, അനുഗ്രഹം തെറ്റിക്കുന്ന ശക്തി, മുമ്പോട്ട് വിടാത്ത ശക്തി, ആരാധനയെ തടയുന്ന ശക്തി. സ്തോത്രം. ആരാധനയെ തടയുന്ന ശക്തി. ഹല്ലേലൂയ. ഒറ്റ വാക്യം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്യം അഗസ്കിയിലെ ആമേ പ്രൈസ് ദി ലോർഡ് 12-ാം അധ്യായത്തിന്റെ 21-22 വാക്യം പെട്ടെന്നൊന്ന് വായിച്ചു. ആ മതി. ഇനി 30, 21, 22 കൂടെ വായിച്ചു അവസാനിപ്പിക്കാം. 30, 21, 22. മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി അതിന് മറുവെച്ചിട്ടില്ല, ചികിത്സ. അതുകൊണ്ട് അത് കണ്ടോ, ഫറവോന്റെ കൈ ഞാൻ ഉറക്കെ വായിച്ചു കേൾപ്പിരേ. ഫറവോന്റെ ഭുജത്തെ ഞാൻ സ്തോത്രം പറഞ്ഞേ. ആരാധനയെ തടയുന്നവന്റെ കൈ ഞാൻ ഒടിച്ചു. സ്തോത്രം പറ. മക്കളെ കൊല്ലുന്നവന്റെ കൈ ഞാൻ ഒടിച്ചു. മുമ്പോട്ട് വിടാത്തവന്റെ കൈ ഞാൻ ഒടിച്ചു. സ്തോത്രം. നാശമുണ്ടാക്കുന്നവന്റെ കൈ ഞാൻ ഒടിച്ചു. ഹല്ലേലൂയ പറഞ്ഞ്. സമയം തെറ്റിക്കുന്നവന്റെ കരം ഞാൻ ഒടിച്ചു. ഇനി അത് ഒരിക്കലും ദൈവമക്കൾക്ക് നേരെ ആ കരം പൊങ്ങുകയില്ല. ഇന്ന് രാത്രി ഞാൻ ഉറപ്പു തരുന്നു, മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ഈ ബഗറിന്റെ പ്രദേശത്ത് നിന്റെ നന്ദിയെ തടയുന്ന ശത്രുവിന്റെ കരം കർത്താവ് ഓടിച്ചു ദൂരക്കളയും. ഹല്ലേലൂയ പറഞ്ഞ്. ചെങ്കടലിന്റെ നടുക്കിട്ട് അവന്റെ കൈ ഒടിച്ച് അവന്റെ പട്ടാളത്തെയും അവന്റെ രഥങ്ങളെയും കുതിരകളെയും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഭൂമിയിൽ ഉണ്ടാകാതെ വണ്ണം ഒടിച്ച് തകർത്ത് കളഞ്ഞവൻ ഇന്ന് രാത്രി ദൈവമക്കൾ ശരിക്കൊന്ന് ആരാധിച്ച് അവന്റെ പൂജ ഒടിച്ചു കളയും. സ്വത്രം പറഞ്ഞാട്ട് നിന്റെ ജോലിയെ തടയുന്നത് അവനാണ്, നിന്റെ നന്മ തടയുന്നത് അവനാണ്, നിന്റെ സമയം തെറ്റിക്കുന്നത് അവനാണ്, നിനക്ക് നാശം ഉണ്ടാക്കുന്നത് അവനാണ്. ഹല്ലേലൂയ പറയാം. ജനിച്ചപ്പോഴേ കുഞ്ഞുങ്ങളെ കൊല്ലുക, ഇസ്രായേലിന്റെ വളർച്ചയെ തടയുക, ആരാധനയ്ക്ക് വിടാതിരിക്കുക, സ്തോത്രം പറഞ്ഞ് പിന്നെ നാശമുണ്ടാക്കുക, സമയങ്ങൾ തെറ്റിക്കുക. ബഗറിന്റെ പ്രദേശത്ത് എത്രയോ പ്രാവശ്യം നന്മയുടെ അടുക്ക നീ എത്തി, അവിടുന്നൊക്കെ തെറ്റിച്ചില്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാരും എഴുന്നേറ്റ് നിന്നാട്ടെ, എല്ലാരും എഴുന്നേറ്റ് നിന്നാട്ടെ, എല്ലാരും ഉറങ്ങുക. അമ്മയിലാമ്മ കണ്ണുകൾ അടച്ചുകൊണ്ട് വേഗത്തിൽ എഴുന്നേൽക്കാം. ആരും ഇന്ന് രാത്രി മൗനമായിരിക്കാതെ ചില നിമിഷങ്ങള് ദൈവത്തെ സ്തുതിച്ച് എല്ലാരും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഗൗഡ രാജ 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 രീ ബാബാ. ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു, നമ്മുടെ സഭയ്ക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ കൊടുപ്പീൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ വിധവ കൊടുത്തതുപോലെ നമ്മുടെ ചെറിയ നന്മയിൽ നിന്ന്, നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് കർത്താവിന് വേണ്ടി ഇന്ന് തുടങ്ങി, കർത്താവേ എനിക്ക് സാലറി കിട്ടുമ്പോൾ, എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ അതിനൊരു ചെറിയ അട കർത്താവിന് വേണ്ടി കൊടുക്കുമെന്ന് തീരുമാനിച്ചാട്ടെ. എല്ലാരും തീരുമാനമെടുത്ത് അമ്മ കിട്ടുമ്പോൾ ഒരു ചെറിയ നന്മ കർത്താവിന് വേണ്ടി കൊടുക്കണം. ഈ വേലയ്ക്ക് വേണ്ടി ഒരു ചെറിയ നന്മ എല്ലാ മാസവും മുടങ്ങാതെ കൊടുക്കണം. ഒരു ചെറിയ നന്മ എല്ലാ മാസവും മുടങ്ങാതെ കൊടുക്കണം. മാത്രം പറഞ്ഞാട്ടെ. എല്ലാരും തീരുമാനമെടുത്ത് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ എല്ലാ മാസവും മുടങ്ങാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ നന്മ കൊടുക്കും. തീരുമാനിച്ച ശിഷ്യ ആ വിധവ ഒരു ചെറിയ അട കൊടുത്തപ്പോൾ അവളുടെ കരത്തെ ദൈവം അനുഗ്രഹിച്ചു. എല്ലാ മാസവും എനിക്കൊരു ചെറിയ നന്മ അവളുടെ കരത്തെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് രാത്രികാലം എല്ലാരും തീരുമാനിച്ചാട്ട് എനിക്ക് കിട്ടുന്നതിൽ ഒരു ചെറിയ നന്മ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ കൊടുക്കും. ഒരു ചെറിയ അട കർത്താവിന് വേണ്ടി കൊടുത്തപ്പോൾ ആ കലത്തെ ദൈവം മാനിച്ചു കേട്ടോ. സ്വത്രം പറഞ്ഞ് ഒരു ചെറിയ നന്മ കൊടുക്കുവാൻ ദൈവം നിന്നെ
ഒരുക്കട്ടെ. തീർച്ചയായും മാനിക്കും. സ്വതന്ത്ര ദൈവം പ്രതിഫലം, ദൈവം നിന്റെ അതിമഹത്തായ പ്രതിഫലം, ദൈവം നിന്റെ അതിമഹത്തായ തീർച്ചയായും ദൈവം മാനിക്കും. ഒരു ചെറിയ നന്മ, ആ ചെറിയ അലത്തിൽ നിന്ന്, ആ ഇല്ലായ്മയിൽ നിന്ന് ഒരു ചെറിയ നന്മ കർത്താവ് അപ്പത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്റെ കലത്തിനെ അനുഗ്രഹിക്കട്ടെ. കിട്ടുന്ന നന്മയുടെ ചെറിയ ഓഹരി എല്ലാരും കരങ്ങളടിച്ച് ആരാധിച്ച് കൈയടിച്ച് സ്തോത്രം സ്തോത്രം സ്തോത്രം. ബൗഡാരാജ റീബാ ബാബ സംധാരംഭം, ബൗഡാരാജ റീബാ ബാബ സംധാരംഭം, ബൗഡാരാജ രാജ രാജ റീബാബ ബാബ റീവൽ കന്ധം, ബൗഡേരവനം രക്ഷാരംഭം. യേശുവിന്റെ നാമത്തിന് ആമേ തീരുമാനമെടുത്തു. ആ വിധവയെ പോലെ ആ കലത്തിലെ മാവ് കുറയാതെ മഴ പെയ്യുന്നത് വരെ നീട്ടിയതുപോലെ എന്നെ ഒന്നുകൂടെ നീട്ടിത്തരാൻ കർത്താവ് ശക്തനാണ്. ആമേൻ ആമേൻ ആമേൻ. ഇവിടെ കറങ്ങിക്കഴിയുന്ന തീരുമാനം മാറരുത്. ദൈവം നിന്നെ മാനിക്കും കേട്ടോ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം. ആമേ. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. ഞാൻ തലക്കെ കേട്ടി നിർത്തിയ പുറകോട്ട് പോയെന്തിനാ? സൈന്യമേ